നമസ്കാരം. കഴിഞ്ഞ മാസത്തിൽ ഞാനൊരു ഫാദറിൻ്റെ കൂടെ, ഒരു പള്ളിയിലെ ഫാദറിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ചെറിയ യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാരുടെ ഒരു കൂട്ടം ഓരോ അമ്പലങ്ങളിൽ അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കണ്ടുവന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഫാദർ നിങ്ങൾ എപ്പോഴെങ്കിലും ശബരിമലയ്ക്ക് പോയിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല സുരേഷ്, ഞാൻ പോയിട്ടില്ല. പക്ഷേ സുരേഷ് പോയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ പോയിട്ടുണ്ട്. സുരേഷ് പോയിട്ട് അയ്യപ്പനെ കണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിതത്തിൽ അയ്യപ്പനെ കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, അമ്പലത്തിൽ ഞാൻ കണ്ടു, ഞാൻ നേരിട്ടൊന്നും കണ്ടിട്ടില്ല ഫാദർ. ഞാൻ തിരിച്ചു ചോദിച്ചു, ഫാദർ കണ്ടിട്ടുണ്ടോ? അതെ സുരേഷ്, ഞാൻ ഒരിക്കൽ കണ്ടു. അതെപ്പോഴാണ് പറയുന്നത്? അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് പോലെ ഞാൻ പറയാം. അദ്ദേഹം പറയായിരുന്നു, അങ്ങനെ ഒരു ബസ്സിൽ അദ്ദേഹം പോവുമായിരുന്നു. കേരളത്തിലാണ് യാത്ര. എനിക്ക് ഓർമ്മയില്ല, ആ രണ്ട് സ്ഥലം പറഞ്ഞു. എവിടെ നിന്ന് പുറപ്പെട്ട് എവിടേക്ക് പോകുന്നൊരു ദൂരമായ യാത്രയാണ്. ആ യാത്രയിൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവിടെ അദ്ദേഹം ഒന്ന് പ്രത്യേകിച്ച് ഒരാളെ കണ്ടു. അതെന്താണെന്ന് വെച്ചാൽ ഒരു ക്ലീനർ എന്ന് പറയില്ലേ, നാട്ടിൽ വേറെ എന്തൊക്കെയോ പേരാണ് അതിന്, ഒരു പക്ഷിയുടെ പേര് കുറഞ്ഞ് പറയും. ഒരു ക്ലീനറാണ് അദ്ദേഹം. കണ്ടക്ടറിനും ഡ്രൈവറിനൊക്കെ സഹായം ചെയ്യുന്ന ഒരു 18-19 വയസ്സുള്ളൊരു ബാലൻ. അവൻ മലയ്ക്ക് മാലിട്ടിട്ടുണ്ട്. അപ്പോൾ അവൻ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുന്നുണ്ട്, എല്ലാവർക്കും സഹായം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫാദറിൻ്റെ നോട്ടത്തിൽ പുള്ളിക്കാരൻ പെട്ടു. അപ്പം നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള നല്ലൊരു സ്നേഹവും കരുണയും എന്താ പറയുന്ന ഒരു വിനയമെല്ലാം ആ മുഖത്തിലുണ്ടായിരുന്നു. പെട്ടെന്നൊരു വയസ്സായ അമ്മ, ആ അമ്മയ്ക്ക് പെട്ടെന്നെന്തോ ഛർദി വന്നു, വോമിറ്റിങ് വന്നു. അപ്പോൾ അടുത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ അവരിങ്ങനെ ഓക്കാനിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ മുഖമൊക്കെ ചൊളിയുന്നുണ്ട്. സ്ത്രീകൾക്ക് തന്നെ, അവിടെ ആ സ്ത്രീകളുടെ സൈഡാണ് അവരിയ്ക്കുന്നത്. പിന്നെ ഇന്നൊരു സൈഡിൽ പോയി പുരുഷന്മാരുടെ സൈഡിലുള്ള ആൾക്കാർക്ക് കുറച്ച് മാറി ജെൻസിൻ്റെ സൈഡിൽ പോയി കുറച്ച് ഇരുന്നു. ആരും അവരെ സഹായിക്കാനോ ഒന്നും മുതുക് തലോടാനോ ഒന്നും വന്നില്ല. അതൊക്കെ ഇങ്ങനെ ഒരു 70 വയസ്സ് കാണും, ഒരു അമ്മമ്മയാണ്. അപ്പം ഇവൻ എന്തിനും തിരിഞ്ഞു നിൽക്കുമ്പോൾ ഈ ഓക്കാനിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഈ കുട്ടി നേരെ ഓടിപ്പോയി. എന്താണ് അമ്മമ്മ, എന്ത് പറ്റിയെന്ന്, ഒന്നും കഴിച്ചില്ലേന്ന് കുറച്ച് തമാശയായിട്ട് മുതുകൊക്കെ ഒഴിഞ്ഞു കൊടുത്ത് പെട്ടെന്ന് അവർ ഛർദ്ദിച്ചു. അപ്പോൾ ഈ ഛർദ്ദിച്ച സമയത്ത് അത് ആരുടെ മേലെയും കൊള്ളാതിരിക്കാനായിട്ട് അവനെല്ലാം അവൻ്റെ തോളിലിട്ടിരുന്ന ആ മുണ്ട് കൊണ്ടും അവൻ്റെ കൈ കൊണ്ടും അതൊക്കെ എടുത്ത് താഴെ കളഞ്ഞ് തോർത്തുമുണ്ടൊക്കെ വെച്ച് അവർ ആ അമ്മമ്മയെ മുഖമൊക്കെ തുടച്ച് കൊടുത്തിട്ട് ഒന്ന് കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ തലോടി കൊടുക്കില്ലേ മുതുകിൽ, അങ്ങനെയൊക്കെ തലോടി കൊടുത്തിട്ട് അവൻ ഓടിപ്പോയി ഒരു ബോട്ടിലെടുത്ത് വെള്ളം കൊണ്ടുവന്ന് ഡ്രൈവറോട് ഒന്ന്, ചേട്ടാ ഒന്ന് വണ്ടി നിർത്തി ചേട്ടാ. നിർത്തി ഈ അമ്മമ്മയെ ആ ജനലിൽ കൂടെ തന്നെ മുഖം കഴുകി കൊടുത്ത് കൈ കഴുകി കൊടുത്തിട്ട് കുടിക്കാനായിട്ട് കുറച്ച് വേറൊരു ബോട്ടിൽ നല്ലൊരു വെള്ളം കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഇനി അമ്മമ്മ കുറച്ച് റെസ്റ്റ് എടുത്തോളൂ. ആ അമ്മമ്മ അങ്ങനെ നോക്കിയിട്ട്, അയ്യപ്പ സ്വാമി ശരണം എന്ന് പറഞ്ഞു ഈ ബാലനെ കണ്ടിട്ട്, ഈ ക്ലീനറിനെ കണ്ടിട്ട്. അപ്പോൾ ഇത്രയും കാഴ്ച കണ്ടത് എന്തോ ഒരു വളരെ വിസ്മയമായിട്ടാണ് ഈ അച്ഛൻ കണ്ടത്. അത് കഴിഞ്ഞ് വണ്ടി പുറപ്പെടുന്നു. പക്ഷേ ഈ അച്ഛന് തോന്നി, ഈ അച്ഛൻ്റെ കൊച്ചുമോൻ്റെ പ്രായം കാണും ഈ ക്ലീനറിന്. ഇതൊരു അയ്യപ്പനാണ്. അല്ലെങ്കിൽ ഈ അച്ഛനടക്കം ആർക്കും ഈ ഒരു സൽപ്രവൃത്തി ചെയ്യാൻ തോന്നിയില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് സംസ്കൃതം കുറച്ചറിയാം. ഈശ്വര മനുഷ്യരൂപേണ എന്ന് പറഞ്ഞതൊക്കെ എത്ര സത്യമാണ്, ദൈവം എപ്പോഴും മനുഷ്യൻ രൂപത്തിലാണല്ലോ എന്നുള്ള ആ ഒരു ചിന്തയൊക്കെ വന്നു. എങ്ങനെയെങ്കിലും ഈ മണികണ്ഠൻ്റെ, അദ്ദേഹം മണികണ്ഠൻ എന്നാണ് വിളിക്കുന്നത് മാലയിട്ടതുകൊണ്ട്, ഈ മണികണ്ഠൻ്റെ കാലൊന്ന് തൊട്ട് നമസ്കരിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി. പക്ഷെ എങ്ങനെയാണ് ചെയ്യുക, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഇദ്ദേഹത്തിൻ്റെ കുപ്പായൊക്കെ കണ്ട പള്ളിയിൽ അച്ഛനാന്ന് പറയാം. അപ്പോൾ എന്തോ പുറപ്പെടുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു, അത്രേ പഠിക്കേണ്ട അവിടെ അദ്ദേഹത്തിൻ്റെ എന്തോ പേഴ്സോ അങ്ങനെ താഴെ ഇട്ടിട്ട് മണികണ്ഠൻ നിൽക്കുന്ന, ആ ക്ലീനർ നിൽക്കുന്ന ആ സ്ഥലത്ത് അവിടെ ഇട്ടിട്ട് ആ കുട്ടിയുടെ കാല് തൊട്ട്. അപ്പോൾ അയ്യോ അച്ചോ സാറേ അങ്ങനെ വിളിച്ചു. സാറില്ല മോനെ എന്ന് പറഞ്ഞിട്ട് എണീക്കുന്ന സമയത്ത് ആ മണികണ്ഠനെ അദ്ദേഹം ഹഗ് ചെയ്തെന്ന് പറയുന്നത്. ഇവിടെയൊക്കെ ഞങ്ങൾ എന്താ പറയുക, സ്പിരിച്വലായിട്ടുള്ള ആൾക്കാരൊക്കെ ഹഗ് ചെയ്യും. അത് വളരെ ഒരു പവിത്രമായതാണ്. ശ്രീരാമനും ഹനുമാനും ഒക്കെ ഹഗ് ചെയ്ത് നമ്മൾ ഫോട്ടോസൊക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ അത് വളരെ പവിത്രമാണ് ഈ ഹഗ് ചെയ്യുന്നത്. അപ്പോൾ അത് അവരിങ്ങനെ ആലിംഗനം ചെയ്ത് ആ കുട്ടി നന്നായിരിക്കട്ടെ ദൈവമേ പ്രാർത്ഥിച്ച് അദ്ദേഹം
വീട്ടിൽ പോയി എന്ന് പറഞ്ഞ കഥ എന്നോട് പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നു. നമസ്കാരം, എല്ലാവർക്കും ശുഭദിനം നേരുന്നു.